നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് അമേരിക്കൻ ടാരിഫ് പ്രത്യേകിച്ച് 3 രാജ്യങ്ങളിലും മുകളിലാണ് ഇപ്പോൾ റണ്ണിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് കാനഡ, മെക്സിക്കോ, മൂന്നാമത്തെ രാജ്യം ചൈന. ഇപ്പോൾ 2018 ട്രംപ് വരുന്ന സമയത്ത് ആലോചിക്കേണ്ട വിഷയമാണ് അന്ന് ടാരിഫ് കൊണ്ടുവന്നു. അപ്പം അന്ന് ടാരിഫ് കൊണ്ടുവന്നിട്ട് പല സാധനങ്ങൾക്ക്, എല്ലാത്തിനുമല്ല ചില സാധനങ്ങൾക്ക് ഇത്ര മില്യന് മുകളിലുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്നും അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ടാരിഫ് കൊണ്ടുവന്നു. അപ്പം അന്ന് അതിൻ്റെ പേരിൽ ഏകദേശം അന്ന് ചൈനയിൽ 60 ബില്യൻ്റെയാണ് ഈ കോവിഡിന് ശേഷം മനസ്സിലാക്കേണ്ട. പിന്നീട് കോവിഡിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് 60 ബില്യൻ്റെ നഷ്ടമാണ് ചൈനയ്ക്ക് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ആപ്പിൾ അതായത് ഐഫോൺ മാനുഫാക്ചേഴ്സ്, അതേപോലെ സാംസങ്, മറ്റുള്ള പല കമ്പനികളുടെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഇന്ത്യയിലോട്ട്, അതേപോലെ വിയറ്റ്നാമിലോട്ട്, പല രാജ്യങ്ങളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഈ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക്, അതായത് അമേരിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നപ്പം ഇപ്പോഴേകദേശം നടക്കുന്നത് 480 ബില്യൻ്റെ ഇമ്പോർട്ടാണ് ചൈന എക്സ്പോർട്ട് ചെയ്യുകയാണ് അമേരിക്ക അത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ഇത് ഏകദേശം ഒരു വർഷം, അതായത് ഇപ്പം പുതിയ ടാരിഫ് 10% കൂടെ ഒരു വർഷം കൂടെ നീണ്ടു നിന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടപ്പാക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 260 ബില്യൻ്റെ വലിയ നഷ്ടമാണ് ചൈനീസ് എക്കോണമിയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പല ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പം ഞാനതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കി. അപ്പം എങ്ങനെയായിരിക്കും അത് ഇന്ത്യക്ക് പ്രയോജനമുണ്ട്? അത് ഉറപ്പായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്ത ആളാണ്. ഉറപ്പായിട്ട് ഇത് ഡിസ്കസ് ചെയ്ത് കാണും. എങ്ങനെയായിരിക്കും ഇന്ത്യക്കത് ബെനിഫിറ്റ് ആവുന്നത്? അപ്പം ഇന്ത്യയുടെ മുകളിൽ റെസിപ്രോക്കൽ ടാക്സേഷൻ, അതായത് ടാരിഫ് വന്നാലും അപ്പം അതിനകത്തുനിന്ന് എങ്ങനെ ഇന്ത്യക്ക് പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കും? കാരണം മനസ്സിലാക്കുന്നത് ട്രംപ് നല്ലൊരു കച്ചവടക്കാരനാണ്. ഈ ബിസിനസ്സുകാരൻ കച്ചവടക്കാരൻ എന്ന് പറയുന്നത് നിങ്ങളതിനെ താഴ്ത്തി കാണരുത്. കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നയാൾ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ കക്ഷിയാണ്. അതുകൊണ്ടാണ് ഗുജറാത്തികളാണെങ്കിലും ഇന്ത്യയിലെ പല ബിസിനസ്സുകാരും ഏറ്റവും മിടുക്കനും സ്മാർട്ടായത്. ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് കേരളത്തിൻ്റെ രീതിയിൽ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഏറ്റവും മോശമാണ് ഒരു ധാരണയിലല്ല ഞാനിത് പറയുന്നത്. ഇതിനകത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് എത്ര ബെനിഫിറ്റ് ഉണ്ടാകും, അതായത് വരാൻ പോകുന്ന ഒരു വർഷം ഇന്ത്യയുടെ ഏതൊക്കെ സെക്ടറിലാണ് മാറ്റം ഉണ്ടാകുന്നത്. ഉറപ്പായിട്ടും ഇത്രയും ടാക്സ് കൊടുത്തിട്ട് അമേരിക്കൻ ടാരിഫ് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ബഹുഭൂരിപക്ഷം കമ്പനികളും അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഈ പ്രോഡക്റ്റ് പിന്നെ അമേരിക്കയിൽ വിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് നഷ്ടമുണ്ടാകും, വലിയ ഹ്യൂജായിട്ട് നഷ്ടമുണ്ടാകും. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് ഇവർക്ക് വീണ്ടും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്യുന്ന അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇത് നേരെ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിയറ്റ്നാമിൽ ഷിഫ്റ്റ് ചെയ്യുക, മെക്സിക്കോ ഷിഫ്റ്റ് ചെയ്യുക. പക്ഷെ പോസിബിൾ ഓപ്ഷൻ ഞാൻ കാണുന്ന കൂടുതലും കമ്പനികൾ, കാരണം ഈ കോവിഡിന് ശേഷം ഈ യൂറോപ്പിൻ്റെ അമേരിക്കയുടെ ഡീലിംഗ് വന്ന ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു ടീമിനെ വെച്ചു. അങ്ങനെ ഈ സാധനത്തെ ഈ പപ്പെടുന്ന കമ്പനികളെല്ലാം ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അതായത് ചൈനയിൽ നിന്നും മറ്റ് മാനുഫാക്ചറിങ് കമ്പനി ഇന്ത്യയിലോട്ട് വരുമ്പോൾ പ്രൊഡക്ഷൻ ലിങ്ക് സ്കീമുണ്ട്. ഇത് ബേസിക്കലി ഈ സ്കീം തുടങ്ങാനുണ്ടായ കാരണം അമേരിക്കൻ താല്പര്യത്തോടു കൂടിയാണ്. കാരണം അവിടെയുള്ള കമ്പനികൾ അവിടുന്ന് ഉപേക്ഷിച്ച് വന്നു കഴിയുമ്പോൾ അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവർക്ക് നഷ്ടമുണ്ടാകരുത്. അപ്പം അതിനുവേണ്ടിയാണ് തുടക്കത്തിൽ പ്രൊഡക്ഷൻ ലിങ്ക് സ്കീം എന്ന് പറയുന്നത്. ഈ കമ്പനികൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് എമൗണ്ട്, ഇത്ര രൂപയുടെ, ഇത്ര കോടികളുടെ ബില്യൺ അവർ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവർക്ക് ഇൻസെൻറ്റീവായിട്ട് കൊടുക്കും. അപ്പം ഇതിവിടെ ഉള്ളത് കൊണ്ട് ഈ മെക്സിക്കോയിലും വിയറ്റ്നാമിലും ഈ കമ്പനികൾ പോകാനുള്ള സാധ്യത കുറവാണ്. അതാണ് എൻ്റെ ഒരു പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കമ്പനികൾ ഇന്ത്യയിൽ വരാനുണ്ടായ കാരണം. അതായത്
ഗ്ലോബലായിട്ടുള്ള പല ജയൻസും. അപ്പം ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിലോട്ട് ഈ പറയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത? പ്രധാനമായിട്ടും മാനുഫാക്ചറിങ്. കാരണം ചൈനയാണ് ലോകത്തിലെ മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന് പറയുന്നത്. ഈ കമ്പനികൾക്ക്, അതായത് ഔട്ട്സോഴ്സ് ഈ പല കമ്പനികൾക്കും അവിടെ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കി നേരിട്ട് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല, വലിയ നഷ്ടം ഉണ്ടാകും. അപ്പോൾ അവർ ഇന്ത്യയിൽ വന്നു കഴിയുമ്പം ആ നഷ്ടം അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അതുപോലെ ഇന്ത്യയുടെ മുകളിൽ ഇത്രയും പോലെ ടാരിഫ് ഒന്നും അമേരിക്ക ഏർപ്പെടുത്താനുള്ള സാധ്യതയില്ല. കാരണം ഇന്ത്യ അത് വളരെ കീനായിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അവിടെയാണ് നമ്മൾ മോദി ഗവൺമെൻറ്റിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരത്തില്ല. അങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ ആ ഗ്രാഫിക്സ് ഞാൻ ഉണ്ടാക്കിയാണ്, ഇന്ത്യയിലെ ജോബ് മാർക്കറ്റ് 8.6%, അതായത് ഇന്ത്യയിൽ ജോബ് എന്ന് പറയുന്ന അത്രമാത്രം ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന GDPയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് 6.2%. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് പെട്ടെന്ന് റിച്ച് ആവുന്ന രാജ്യമായി മാറും. അതൊരു ഭയങ്കര സംഭവമാണ്. ഇത് നടക്കുവാണെങ്കിൽ, അതായത് ചൈന പോയി കാലെ പിടിച്ച് ഈ സംഭവം അമേരിക്ക വല്ലതും വിഡ്രോ ഒന്നും ചെയ്തില്ല എങ്കിൽ ഇത് ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റം വലിയ രീതിയിലായിരിക്കും. കാരണം ഞാൻ ഈ ചൈന മാനുഫാക്ചറിങ് അവരുടെ സംഭവമൊക്കെ പോയി കണ്ടതാണ്. എങ്ങനെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എത്ര ലാഭം ഉണ്ടാക്കുന്നു ഈ പറയുന്ന കമ്പനി. ഇത് അല്ലെങ്കിൽ ചൈന ഈ സാധനങ്ങൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ മറ്റുള്ള രാജ്യങ്ങളിലോ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിലോ ഇത് വിൽക്കാൻ ശ്രമിക്കാം. പക്ഷേ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വിൽക്കുമ്പോൾ അവിടുത്തെ പ്രധാന പ്രശ്നം അവരുടെയൊക്കെ പർച്ചേസിങ്ങും ബൈയിങ് പവർ എന്ന് പറയുന്ന അമേരിക്ക പോലെ ഇല്ല. ഇതത്ര സിമ്പിളൊന്നുമല്ല. ഈ ചൈനയ്ക്കും വ്യക്തമായിട്ട് കാര്യം പിടികിട്ടി. കാരണം ഇപ്പോൾ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അമേരിക്കൻ ഈ താരിഫിനെ മറികടക്കാൻ വേണ്ടി ചൈന വേറെ വാതായനങ്ങൾ തുറക്കുവാണെങ്കിൽ എവിടെയാണ് പോകുന്നത്? കാരണം ഓൾറെഡി അവർ യൂറോപ്പിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്ര ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ ചൈനയ്ക്ക് ഈ പറയുന്ന അമേരിക്കയിൽ നിന്ന് പുറത്താകുന്ന ഈ സാധനങ്ങൾ പിന്നെ എവിടെ കൊണ്ടിടും? ഇവിടൊക്കെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ മാനുഫാക്ചറിങ് ആണെങ്കിലും ടെക്സ്റ്റൈൽ ആണെങ്കിലും ഇതിൻ്റെ വലിയൊരു ഹബ്ബായിട്ട് ഇന്ത്യ അങ്ങ് മാറും. ഇതിന് പറ്റിയ രീതിയിലുള്ള സ്കിൽ മാനേജ്മെൻറ്റും അതേപോലെ മാൻ പവറും ഇന്ത്യ ഇത് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇന്ത്യക്ക് മുമ്പിലുള്ളത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഇത്രയും ഹ്യൂജായിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിൽ വരുമ്പോൾ അപ്പോൾ അവർക്ക് സ്പേസ് കൊടുക്കുക മാത്രമല്ല ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് പറ്റിയ രീതിയിലുള്ള മാൻ പവറിനെയും കൂടെ സൃഷ്ടിച്ചു കൊടുക്കണം. ഇതൊരു ടാസ്ക് തന്നെയാണ്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ, അതായത് ഈ രീതിയിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് വലിയ പെട്ടെന്നായിരിക്കും ബൂം ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഇന്ത്യൻ കമ്പനികൾ ഭയങ്കരമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലായി മാറും. പക്ഷെ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഇത് ഇഷ്യൂ ഉണ്ട്. ഈ അമേരിക്കൻ റെസിപ്രോക്കൽ ഈ പറയുന്ന ഇന്ത്യയുമായിട്ടുള്ള അതിൻ്റെ ധാരണയുടെ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും? കാരണം അതിൻ്റെ ഫൈനൽ ഡിസ്കഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ അതിലൊരു പ്രോപ്പർ സൊല്യൂഷൻ ഇന്ത്യ കണ്ടെത്തുകയാണെങ്കിൽ, അപ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന ഈ ചൈനീസ് കമ്പനികളെല്ലാം കൂടി ഇന്ത്യയിൽ വരികയാണ്. ചൈനീസ് മാനുഫാക്ചറിങ്, അതെല്ലാം ഔട്ട്സോഴ്സിങ് വലിയ വലിയ കമ്പനികളാണ്. ഇവരെല്ലാം കൂടി ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം സ്റ്റഡി ആയിട്ടാണ് അല്ല പെട്ടെന്ന് ഉയർന്ന് പൊങ്ങാൻ പോകുന്നത്. ഇന്ത്യയുടെ GDPയിൽ മാറ്റം, ഇന്ത്യയുടെ ജോബ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്യും. കാരണം ഈ കമ്പനികളെല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകും. അതായത് ഫോറിൻ റിസർവ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഹ്യൂജായിട്ടങ്ങ് മാറും. അങ്ങനെയാണ് ചൈനയുടെ വലിയ സംഭവമായിട്ട് മാറിയത്. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും ഞാൻ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ, ഈ പല ഗ്രാഫിക്സും ഒക്കെ വെച്ച് ഞാൻ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയത്, ഇങ്ങനൊരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കുതിപ്പ് പല മേഖലയിലും, അതായത് മാനുഫാക്ചറിങ് ആണെങ്കിലും അതേപോലെ തന്നെ FDI ആണെങ്കിലും ജോബ് ക്രിയേഷൻ ആണെങ്കിലും ഉണ്ടാകാൻ പോകുന്ന ഒരു ഹ്യൂജായിട്ടുള്ള മാറ്റമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിട്ടങ്ങ് പോകും. അപ്പം അതിൻ്റെ ഒരു ടോട്ടൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വരാൻ പോകുന്ന വർഷം
പല സെക്ടറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 152 ബില്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലോട്ട് കയറി, കാരണം ഇതെല്ലാം മാനുഫാക്ചറിങ്ങും അതും ഇതും ഒക്കെയാണ്. അപ്പം അത് കയറി ഇന്ത്യയുടെ കോർ മേഖലയിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യ ഈ പറയുന്ന ചൈനയെപ്പോലൊരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ടങ്ങ് മാറും. അപ്പോൾ ചൈനയ്ക്ക് ഏകദേശം 260 ബില്യൻ്റെ, അവർ ഇപ്പം നടത്തുന്ന ഏകദേശം 480 ബില്യനാണ് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പകുതിയായിട്ടങ്ങ് കുറയും. ഇത് മുഴുവൻ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കയറി അങ്ങ് വരും. ഇപ്പോൾ പോസിബിൾ ചാൻസ് ഉണ്ട് വിയറ്റ്നാമിൽ കുറച്ച് പോകാനും മെക്സിക്കോയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനകത്തുണ്ടാകുന്ന മാറ്റം തന്നെ ഹ്യൂജ് മാറ്റമാണ്. അതേപോലെ തന്നെ നമ്മൾ അമേരിക്കൻ പ്രോഡക്റ്റ്, കാരണം ചൈന അമേരിക്കൻ പ്രോഡക്റ്റ് എടുത്തില്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇന്ത്യയുമായിട്ടൊരു ധാരണയാണെങ്കിൽ ഈ കാനഡയിലെ അമേരിക്കയിലും ഈ ചൈനയിലും ഈ പോകുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ പോവും. പിന്നെ ചൈന ഇപ്പോഴത്തെ ഒരു രീതിയിൽ വെസ്റ്റേൺ ടെക്നോളജി ഉപയോഗിച്ച് പലതും ഉണ്ടാക്കുന്നുണ്ട്. അതിനെ അവർക്ക് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റരുത്, കാരണം അത് വളരെ വില കൂടിയ സംഭവമാണ്. അപ്പോൾ അമേരിക്ക ഇങ്ങനൊരു താല്പര്യമെടുത്ത് അവിടെയുള്ള കമ്പനികൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ മറ്റൊരു സംഭവം നിങ്ങൾ കാണണം. അതായത് ഈ യൂറോപ്യൻ കമ്പനികൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന യൂറോപ്പിലുള്ള പല രാജ്യങ്ങളുണ്ട്. അവരുടെ ഔട്ട്സോഴ്സിങ് അവർ ഇന്ത്യയിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഇതൊരു ബന്ധമാണ്. ബേസിക്കലി യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും അവർക്കും ഈ അമേരിക്കൻ ടാരിഫിനെ കോംപ്രമൈസ് ചെയ്ത് പോയേ മതിയാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ജിയോ പൊളിറ്റിക്കൽ സോഷ്യോ എക്കണോമിക് ചേഞ്ച് ഗ്ലോബലി ഉണ്ടാകുമ്പോൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ്. ഇന്ത്യ വല്ലാത്ത രീതിയിലാണ് മാറ്റം ഉണ്ടാകുന്നത്. ആ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യ ഒരു സമ്പന്ന രാഷ്ട്രമായിട്ട് മാറും എല്ലാ തലങ്ങളിലും. ഇതാണ് എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം, കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.